നമ്മൾ നേരെ ഇനി സംസ്ഥാന സ്കൂൾ കായിക മേളയിലെ മത്സരങ്ങൾ പുരോഗമിക്കുന്ന ഒളിമ്പിക്സ് മാതൃകയിൽ നടക്കുന്ന മത്സരങ്ങളിലേക്ക് പോവുകയാണ്. പ്രധാന വേദികളിൽ ഗെയിംസ് മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. രേണുക അവിടെ നിന്നുള്ള വിദ്യാർത്ഥികളുടെയും കായിക പ്രേമികളുടെയും ഉന്മേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഈ നിമിഷങ്ങളിൽ എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ആരൊക്കെ വിജയിച്ചു, ആരൊക്കെ വലിയ വലിയ മുന്നേറ്റങ്ങളിലേക്ക് പോകുന്നു, എന്തൊക്കെ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു? രേണുക. പനീഷ്, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മളെ കഴിക്കുന്ന സ്ഥലത്താണ്, പാചക നിൽക്കുന്നത്. ഇപ്പോൾ വേദി എല്ലാം ഒഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവർക്കും കഴിക്കാനുള്ള ഒരു ടൈമാണ് കൊടുത്തേക്കുന്നത്. നിലവിൽ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയാണ് ഒന്നാം സ്ഥാനത്ത് പോയിന്റ് നില ഉയർത്തിക്കൊണ്ട് നിൽക്കുന്നത്. രണ്ടാം സ്ഥാനത്ത് മറ്റു പല ജില്ലകളും നിൽക്കുന്നുണ്ട്. ഒന്നാം സ്ഥാനം എന്ത് തന്നെയാണെങ്കിലും തിരുവനന്തപുരം കൈയടക്കിയിരിക്കുകയാണ്. രണ്ടാം സ്ഥാനം കണ്ണൂർ ജില്ലയ്ക്കും മൂന്നാം സ്ഥാനം തൃശ്ശൂർ ജില്ലയ്ക്കുമാണ് നേടിയിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഗെയിമിന്റെ റിസൾട്ട് മാത്രമാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതോടൊപ്പം ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ വിശേഷം ഉച്ചഭക്ഷണമാണ് കേട്ടോ. ഉച്ചഭക്ഷണം നമ്മുടെ പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ ഉച്ചഭക്ഷണമാണ് ഇപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം. നല്ല വിഭവ സമൃദ്ധിയായ ഒരു ഭക്ഷണമാണ് കഴിക്കുന്നത്. എങ്ങനെയുണ്ട്? അവിയലുണ്ട്, ചിക്കനുണ്ട്, സാമ്പാറുണ്ട്, ചോറുണ്ട്. കുട്ടികളെല്ലാം വളരെ ആവേശത്തിലുള്ള നല്ല രുചിയുള്ള ഒരു ഭക്ഷണമാണെന്നാണ് കഴിക്കുന്നവരെല്ലാവരും പറയുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം പനീഷ്, ഇവിടുത്തെ അനൗൺസ്മെന്റ് രീതിയാണ്. ഇവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അനൗൺസ്മെന്റ് വളരെ നല്ലൊരു ശബ്ദത്തിൽ ഒരു അധ്യാപിക പറയുന്ന ഒരു അനൗൺസ്മെന്റ് ആണ്. മക്കളെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അധ്യാപികയുടെ ആദ്യത്തെ തന്നെ അനൗൺസ്മെന്റ്. മക്കളെ എല്ലാവരും വയറ് നിറച്ചും മനസ്സ് നിറച്ചും കഴിക്കണേ എന്ന് പറയും. ആ ഒരു സംസാരത്തിൽ തന്നെയുണ്ട്. നമുക്ക് വളരെ സന്തോഷം തോന്നുന്ന രീതിയിലാണ്. എങ്ങനെയുണ്ട്? അടിപൊളി, എല്ലാം നല്ല കണ്ണൂർ ടീം എല്ലാം കണ്ണൂറാ. ഇന്ന് സ്റ്റേയിലും തുടങ്ങി. അടിപൊളിയാണ്, ഇഷ്ടപ്പെട്ടു. ഓൾ ഓവർ ഇഷ്ടപ്പെട്ടു. ഇപ്രാവശ്യത്തെ പരിപാടി തന്നെ നല്ലതാണ്, എല്ലാവരും ഇഷ്ടപ്പെട്ടു. അത്ര വളരെ മികച്ച രീതിയിലാണ് പനീഷ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നേറുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവിടെ ഒരു വശത്ത് പാട്ട് പാടുന്നുണ്ട്. ഒരു വശത്ത് പാട്ട് പാടിക്കൊണ്ട് തന്നെ കഴിച്ചുകൊണ്ട് എല്ലാവരും കഴിക്കുകയും പാട്ടുപാടുകയൊക്കെ ചെയ്യുന്ന വളരെ വ്യത്യസ്തതരം ഒരു കാഴ്ചയാണ് ഇത്തവണത്തെ ഒളിമ്പിക്സ് രീതിയിലുള്ള ഒരു കായികമേളയിൽ മഹാരാജാസ് കോളേജിൽ നിന്ന് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. എൻ്റെ എതിർവശത്താണ് മോഹനൻ നമ്പൂതിരിയുടെ പാചകമുറി അല്ലെങ്കിൽ പാചകശാല എന്ന് പറയേണ്ടത്. ഇവിടെയാണ് എല്ലാവരും കഴിക്കുന്നത്. ഓരോരോ കൗണ്ടറുകളിലായിട്ടാണ് നിരത്തി. പുറത്തെ വശത്ത് തന്നെ എന്തൊക്കെയാണ് വിഭവങ്ങൾ കഴിക്കാനുള്ളത്? ചോറുണ്ട്, ചിക്കൻ കറിയുണ്ട്, മോരുണ്ട്, സാമ്പാറുണ്ട്, അവിയലുണ്ട്, അച്ചാറുണ്ട്. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെ ചിക്കൻ കറിയാണ് ഇന്ന് ഇവിടത്തെ താരം എന്നാണ്. മലപ്പുറം അല്ലേ? കണ്ണൂരിലെ കുട്ടി പറഞ്ഞത് ചിക്കൻ കറിയാണ് ഇന്നിവിടുത്തെ താരം. ചിക്കനും മോരും സാമ്പാറും ഒരു രക്ഷയില്ല, നല്ല മണമാണ് വരുന്നത്. ഞാനും രവിചേട്ടനും ഇനി വേണം കഴിക്കാൻ. എല്ലാവരും വയറ് നിറച്ച് കഴിച്ചുകൊണ്ടിരിക്കുവാണ്. ഏത് കൂട്ടാൻ ഇഷ്ടപ്പെട്ടെ? മോരുകറിയാണ് ഈ കുട്ടിക്ക്. മോരുകറിയാണ് ഇഷ്ടപ്പെട്ടേക്കുന്നത്. വളരെ രുചികരമാണ്. മോരും സാമ്പാറും ചോറും ഒക്കെ കൂട്ടി കഴിക്കുന്നതിന് വളരെ രുചികരമാണ് അല്ലേ? ഇപ്പം നല്ലൊരു ഭക്ഷണം തന്നെയാണ് ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ ഇറങ്ങിയിരിക്കുന്നത്. നന്നായിട്ട് പോകുന്നു, എല്ലാം സൂപ്പറായിട്ടുണ്ട്. രാവിലെ നല്ലതായിരുന്നു, സൂപ്പറാണ്. കുട്ടികൾക്ക് മുട്ടയും പാലും ഇഡലി സാമ്പാറും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ പിള്ളേർക്ക് ഭയങ്കര ആരോഗ്യകരമായിട്ട് രീതിയിലാണ് കൊടുക്കുന്നത്, കുഴപ്പമൊന്നുമില്ല. രാവിലെ തന്നെ നല്ല പുഴുങ്ങിയ മുട്ടയും പാലും ഒക്കെ കൊടുത്തിട്ടാണ് കായികമേള ആരംഭിച്ചിരിക്കുന്നത്. രാവിലത്തെ പ്രഭാത ഭക്ഷണം വളരെ മികച്ചതായിരുന്നു. അതിലും സൂപ്പറായിട്ടാണ് ഉച്ചയ്ക്ക് കൊടുത്തേക്കുന്നത്. ചിക്കനും അവിയലും സാമ്പാറും തോരനൊക്കെ കൂട്ടി നല്ല വയറും മനസ്സും നിറച്ച് ഇത്തവണത്തെ കായികമേള പുരോഗമിക്കുകയാണ്. അതോടൊപ്പം തന്നെ 12:40 തന്നെ മന്ത്രി വി ശിവൻകുട്ടി ഇവിടെ എത്തിയിരുന്നു. മന്ത്രിയോട് കൂടി ഇരുന്നാണ് കുട്ടികളെല്ലാവരും കഴിച്ചത്. അതൊരു വളരെ സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണ് പനീഷ്. ശരി, സംസ്ഥാന സ്കൂൾ കായിക മേളയുടെ വേദികളിലുടനീളം വെച്ച കോഴീന്റെ മണം പരക്കുന്നു എന്നാണ് രേണുക റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന സ്കൂൾ കായിക മേളയിൽ അത്തരത്തിലുള്ള നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ച് ആരോഗ്യത്തോടു കൂടി മുന്നോട്ട് പോകാനും ഓടാനും ചാടാനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.